ഏവർക്കും ഈ ഒരു വൈകിയ വേളയിൽ നമസ്കാരം. ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ KV ദിലീപ് കുമാർ മാഷ്, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സംഘാടകത്വവും വഹിക്കുന്ന നമ്മുടെ മുരളി മാഷ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആതിഥേയ ഒരു ബോധം എന്നുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരെയൊന്നും സ്പെഷ്യലായി എടുത്തു പറയേണ്ടതില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. എങ്കിൽ പോലും ആശംസ അറിയിച്ച അല്ലെങ്കിൽ നമ്മുടെ സ്വാഗതം അറിയിച്ച ആള്, അതുപോലെ അതിന് വളരെ മനോഹരമായിട്ട് നമ്മുടെ കരുണയിലെ ഒരു ഭാഗം നമുക്ക് വേണ്ടി ആലാപനം ചെയ്ത മാഷ്, എല്ലാവർക്കും അതിനു മുന്നേ ഇവിടെ പാട്ടുപാടിയ ഒരു വളരെ ഭംഗിയായിട്ട് തന്നെ രണ്ടുപേർ അത് അവതരിപ്പിച്ചു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയം ആശാൻ്റെ പ്രബുദ്ധ ചിന്തകൾ എന്നുള്ളതാണ്. മാഷ് പറഞ്ഞ പോലെ ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാലടി SNDP ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. മറന്നുപോവാതെ എന്നെ വിളിച്ചല്ലോ എന്നുള്ളതിലുള്ള ഒരു സന്തോഷം കൂടി. അപ്പോൾ എനിക്കെപ്പോഴും ആശാനെ പറ്റി പറയുമ്പോൾ, അപ്പം ആശാനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ രചനകളെ പറ്റിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബൗദ്ധപരമായിട്ടുള്ള ചിന്തകളെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്ന ഒരു വാചകം എന്ന് പറയുന്നത് നമ്മുടെ K. ജയകുമാർ IAS അവർ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ്. അതായത് വളരെയധികം ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയും അത് കവിഭാവനയായിട്ട് പരുവപ്പെടുത്തിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു കവിയാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ആത്മസംഘർഷങ്ങൾ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എപ്പോഴും ഒരു രണ്ട് സത്ത ഉൾക്കൊണ്ടുകൊണ്ട്, രണ്ട് സെൽഫ്ഹുഡ് ഉണ്ടായിരുന്ന ഒരു മാനസിക തലമുണ്ടായിരുന്ന ഒരു കവിഭാവന ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ആശാനെ കാണാൻ കഴിയും. കായിക്കരയിൽ ഒരു കുഞ്ഞുബാലനായ കുമാരുവിൽ നിന്ന് കുമാരനാശാനിലേക്കുള്ള ഒരു വലിയ യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക തലങ്ങൾ മാറ്റങ്ങൾ സംഭവിച്ചത് എന്നുള്ളത് നോക്കുമ്പോൾ ലൗകികമായിട്ടുള്ള ചിന്തകളെയും അലൗകികമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ത്വരകളെയും ഒക്കെ സാംശീകരിക്കാനുള്ള ഒരു എന്താ പറയുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീക്ഷ്ണ എപ്പോഴും ആശാനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് തമ്മിലുള്ള ഒരു ആത്മസംഘർഷം ജനിച്ച കാലം മുതൽ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം എഴുതുന്ന കൃതികൾ, രചനകൾ, ഇവയിലൊക്കെയും പിന്നെ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത വ്യക്തിമുദ്ര പതിപ്പിച്ച കർത്തൃത്വം വഹിച്ചിരുന്ന പല മേഖലകളിലും നമുക്ക് ഈ പറയുന്ന ആത്മസംഘർഷങ്ങളുടെ ഒരു ചേർത്തുവയ്പ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ആശാൻ കുമാരുവിൽ നിന്ന് കുമാരൻ ആശാനിലേക്കുള്ള യാത്ര നമുക്ക് ദർശിക്കാനാവുന്നത്. അപ്പോൾ ആശാനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ തൊടാതെ പോകാൻ നമുക്കാവില്ല എന്നുള്ളതാണ്. അവർ തമ്മിൽ ഗുരുവിനെ തൊടാതെ നമുക്ക് ഒരിക്കലും ആശാനിലേക്ക് കയറാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആശാന്റെ പ്രബുദ്ധതയെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രബുദ്ധമായിട്ടുള്ള ചിന്താധാര ഉണ്ടാക്കിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ ആത്മാംശമായി അത് പരുവപ്പെടുത്തുന്നതിൽ ഗുരു വഹിച്ച പങ്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയുടെയും ഒരു എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം ഒരുപക്ഷെ. അപ്പോൾ 1923 രചിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ അവസാന ഖണ്ഡകാവ്യമായിട്ടുള്ള കരുണയിൽ നിന്ന് നമുക്ക് ഒരു യാത്ര പിന്നിലേക്ക് പോകാമെന്ന് കരുതുന്നു. അതിലിങ്ങനെ പറയുന്ന കുറച്ചു വരികൾ പറയുകയാണ്. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യ ജിനദേവൻ ധർമ്മരശ്മി ചുരിയും നാളിൽ വ്യാളീമുഖം വച്ചു തീർത്ത വളഞ്ഞ വാതിലിനകത്താളിരുന്നാൽ മാത്രം കാണും ചെറുമതിലിനുള്ളിൽ ചിന്നിയ പുങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ. ചിന്നിയ പുങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ ഇരിക്കുന്ന വാസവദത്തെ പറ്റിയിട്ടാണ് ആശാൻ പറയുന്നത്. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ്, എത്ര ബിംബങ്ങളിലൂടെയാണ്, ബിംബകൽപ്പനകളിലൂടെയാണ് കവിത, ആ വരികൾ കടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എത്ര വ്യാളീമുഖം വെച്ചു തീർത്ത വളഞ്ഞ വാതിൽ എന്ന് പറയുന്നത് ബൗദ്ധപരമായിട്ടുള്ള
എന്താ പറയുക, ബൗദ്ധപരമായിട്ടുള്ള വാസ്തുശില്പ കലയെ സൂചിപ്പിക്കുന്നതാണ്. അശോകം, ചിന്നിയ പൂങ്കുലകളാകുന്ന അശോകം എന്ന് പറയുന്നത് ഈ പറയുന്ന ബൗദ്ധ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കവിതയിലുടനീളം ഓരോ കവിതയിലും വ്യത്യസ്ത തലങ്ങളിലൂടെ പോകുന്ന, വ്യത്യസ്ത അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുന്ന കവിഹൃദയം നമുക്ക് കാണാൻ കഴിയും. അവിടെയെല്ലാം ഈ ബൗദ്ധപരമായ ശ്രമണപരമായിട്ടുള്ള ഒരു ചിന്ത കടന്നു വരുന്നത് ദൃശ്യമാകാൻ സാധിക്കും. ഏകദേശം ഒരു 3-ാം സെഞ്ചുറി BC 3-ാം സെഞ്ചുറിയിലാണ് ബുദ്ധിസം നമ്മുടെ നാട്ടിൽ അശോകന്റെ കാലഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തിരിച്ചുപിടിക്കൽ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ വെറും ജാതി കോമരങ്ങളും ജാതി ശരീരങ്ങളുമായി മാത്രം മാറിയിരുന്ന മലയാളി എന്ന് പറയാനാകുമോ എന്നറിയില്ല, എന്നാലും ജാതി കോമരങ്ങൾ മാത്രമായിരുന്ന ഒരു മനുഷ്യ സമൂഹത്തെ വളരെയധികം കാര്യങ്ങളിലൂടെ തിരിച്ചു പിടിക്കുകയാണ്. അതിന് വേണ്ട ആദ്യമായിട്ടുള്ള മണ്ഡലം എന്ന് പറയുന്ന ആത്മീയ മണ്ഡലമാണ്, അതിൻ്റെ നവീകരണമാണ് ആദ്യം വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരു അതിലേക്ക് ഇറങ്ങുന്നു, കൂടെ ശിഷ്യ പരമ്പരയും. അതാണ് സംഭവിക്കുന്നത്. അതിൻ്റെ പേരാണ് പിന്നീട് നവോത്ഥാനം, കേരളീയ നവോത്ഥാനം എന്നറിയപ്പെടുന്നത്. അതിൽ നമ്മൾ ഈ പറയുന്ന ആധുനികത ഗുരുവിൻ്റെയും ശിഷ്യപരമ്പരയുടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വരുമ്പോൾ അവരുടെയും ഒക്കെ കോൺട്രിബ്യൂഷൻ അതിൽ ഉണ്ടാവുന്നുണ്ട്. അതിനെ ഞാൻ ഒരിക്കലും നിരാകരിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. അപ്പോൾ 1873 കായിക്കര എന്ന ചെറു ഗ്രാമത്തിൽ പിറന്ന കുമാരുവിനെ ആ കായിക്കര ഗ്രാമത്തിൽ നിന്ന് കണ്ടെടുത്തു, ആ മുത്തിനെ കണ്ടെടുക്കുകയാണ് ഗുരുദേവൻ ചെയ്തത് എന്ന് പറയാം. അപ്പോൾ വേദം പഠിച്ചതിന് പണ്ട് നാവും തലയും അറുത്ത ഒരു ഗുരു പരമ്പര നമുക്കുണ്ട്, ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഗുരു ആയിരുന്നില്ല കുമാരുവിന് ലഭിച്ചത്. അനുകമ്പയുടെയും കരുണയുടെയും സഹോദര്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഏറ്റവും പ്രധാനമായിട്ടും പറയുന്ന സഹോദരൻ അയ്യപ്പൻ പറയുന്നത് പോലെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം എന്നുള്ളതാണ്. അപ്പോൾ ആ ധർമ്മത്തിൻ്റെ ഭാഷ പരിവപ്പെടുത്തി എടുക്കുകയാണ് ഓരോ ശിഷ്യ ഗണങ്ങളുടെയും മനസ്സിലേക്ക് ആഴത്തിൽ. അതിൻ്റെ സ്പർശനം കുമാരു ആശാനിലും അല്ലെങ്കിൽ കുമാരൻ ആശാനിലും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ ദൈക്ഷണിക ബോധത്തിൽ നിന്നാണ് ആശാന്റെ പ്രബുദ്ധതയുടെ ഉദയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിലൊരു ദൈക്ഷണിക ബോധത്തിൽ നിന്ന് ഉദിച്ചു വന്ന ബൗദ്ധ ചിന്തകൾ അല്ലെങ്കിൽ എന്താ പറയുക പ്രബോധനം എന്ന് പറയാവുന്നത് ആശാന്റെ രചനകളിലും അദ്ദേഹത്തിൻ്റെ കർത്തവ്യ മണ്ഡലങ്ങളിലും ഒക്കെ നമുക്ക് എപ്പോഴും ദർശിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നു ഗുരു പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ കുമാരുവിനെ കണ്ടെടുക്കുകയും കുമാരുവിനെ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരിലും മദ്രാസിലും കൽക്കട്ടയിലും ഒക്കെ ഡോക്ടർ പൽപുവിൻ്റെ ആശ്രിതത്തിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സംരക്ഷണയിൽ പഠിക്കാൻ വിടുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ചരിത്രം പഠിക്കുന്ന നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുന്നു. ടാഗോറിനെയും വിവേകാനന്ദൻ്റെയും ഒക്കെ സ്വാധീനം നമുക്ക് കുമാരനാശാനിൽ ആ കാലയളവിൽ ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് ആംഗലേയ ഭാഷ പഠിക്കുന്നതും അതും അദ്ദേഹത്തിൻ്റെ നവോത്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വയം ഒരു കവിഭാവനയെ ആയിക്കോട്ടെ, അല്ലാതെ തന്നെ സാമൂഹിക എന്താ പറയുക നവോത്ഥായകൻ എന്ന നിലയിലായിക്കോട്ടെ, ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യൻ എന്ന നിലയിലായിക്കോട്ടെ, അത്തരത്തിലുള്ള വ്യക്തിമുദ്ര അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെ വലിയ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 1902 തിരിച്ചു വന്ന് SNDPയുടെ അമരസ്ഥാനത്തേക്ക് കുമാരനാശാൻ നടന്നു കയറുമ്പോൾ ഏകദേശം 16 വർഷങ്ങളോളം അത് നീണ്ടു നിൽക്കുകയാണ്. 16 വർഷത്തോളം ആ സംഘടനയുടെ അമരത്ത് നിന്ന് ആ സംഘടനയെ നയിച്ച് ഒരു സാമുദായിക നവോത്ഥാനത്തെ കേരളത്തിൻ്റെ മണ്ണിൽ വളരെ സ്പഷ്ടമായി സ്പഷ്ടമായി തന്നെ കാട്ടിക്കൊടുക്കുവാൻ കുമാരനാശാന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വെറും ഒരു കവി മാത്രമായിരുന്നില്ല കുമാരനാശാൻ. വിവിധമായിട്ടുള്ള മേഖലകളിൽ അല്ലേ, ഒരു പ്രഭാഷകൻ എന്ന നിലയിലായിക്കോട്ടെ, സംഘാടകൻ എന്ന നിലയിലായിക്കോട്ടെ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലായിക്കോട്ടെ, അങ്ങനെ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ തൻ്റെ പ്രബുദ്ധതയെ ഉപയോഗപ്പെടുത്തുവാൻ ഗുരുവിൻ്റെ ചിന്തകളെയെല്ലാം സാംശീകരിച്ചുകൊണ്ട് തന്നെ ബൗദ്ധ പാരമ്പര്യത്തെയും അതുപോലെ തന്നെ അദ്വൈതവാദത്തെയും ഒക്കെ സാംശീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആശാനെ മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്.
അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ 10-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. വളരെയധികം ബ്രാഹ്മണികമായിട്ടുള്ള സനാതനികളുടെ ഈ പറഞ്ഞ ശ്രേണീകൃത അസമത്വം, ജാതീയമായിട്ടുള്ള ശ്രേണീകൃത അസമത്വം 10-ാം നൂറ്റാണ്ടിൽ കേരളത്തെ വിഴുങ്ങുന്നുണ്ട് 10-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ. പിന്നെ ഇങ്ങോട്ട് 19-ാം നൂറ്റാണ്ട് എത്തുമ്പോഴേക്കും നമ്മളെന്താ പറയുക, തീർച്ചയായിട്ടും ഒരു അന്ധകാരം നിറഞ്ഞ അവസ്ഥയിലേക്ക് മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ ജാതിക്കോമരങ്ങളുടെ അവസ്ഥയിലേക്ക് മാത്രം നിബന്ധിച്ചു പോയ ഒരവസ്ഥ നമ്മളുടെ കേരളത്തിനുണ്ട്, കേരളത്തിലെ മനുഷ്യ ചരിത്രത്തിനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ ഉദയം. ഗുരു പറയുന്നത് എന്ത് ഭാഷയാണ്? അനുകമ്പയുടെ ഭാഷയാണ്, കരുണയുടെ ഭാഷയാണ്, സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷയാണ്. എവിടെ നിന്നാണ് ഈ പറയുന്ന ഭാഷ വരുന്നത്? എവിടെ നിന്നാണ് അത്തരത്തിലൊരു ബോധം വരുന്നത്, അത്തരത്തിലൊരു ചിന്താധാര വരുന്നത്? ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ശ്രമണ പാരമ്പര്യത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഗുരുവിലും അവരുടെ ശിഷ്യഗണങ്ങളിലുമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത്. കാരണം ബുദ്ധൻ പറഞ്ഞു വെച്ച സമത്വ സാഹോദര്യ സുന്ദരമായിട്ടുള്ള സ്വാതന്ത്ര്യപരമായിട്ടുള്ള ഒരു ലോകം 1959 തോന്നുന്നു ഡോക്ടർ BR അംബേദ്കർ തൻ്റെ ഓൾ ഇന്ത്യ 54 ഡോക്ടർ BR അംബേദ്കർ തൻ്റെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നടക്കുന്ന ഒരു സംഭാഷണത്തിൽ മധ്യേ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എവിടെ നിന്നാണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രെറ്റേണിറ്റി എന്ന് പറയുന്ന ഈ 3 വാക്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എടുത്തത് എന്ന്. ഇതൊരിക്കലും നിങ്ങൾ കരുതുന്നത് പോലെ ഫ്രഞ്ച് വിപ്ലവത്തിലേതല്ല. നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ഫ്രഞ്ച് വിപ്ലവത്തിലാണല്ലോ ഇവയെല്ലാം കാണുന്നത്. അതിനു മുന്നേ ഒന്നും നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല എന്നാണ് നമ്മുടെ ചില ബോധ്യങ്ങൾ നമ്മളെ ചില ചരിത്രകാരന്മാരൊക്കെ പഠിപ്പിച്ചു വെക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഇത് ഞാൻ എടുത്തത് ഇന്ത്യയിലെ ഒരു മതത്തിൽ നിന്നാണ് എന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. ആ മതം ബുദ്ധിസമാണ് എന്നുള്ളതാണ്. കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ, ഫ്രഞ്ച് വിപ്ലവമൊക്കെ പിന്നീടാണല്ലോ ഉണ്ടാവുന്നത്, കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ബഹുസ്വരമായിട്ടുള്ള, വളരെ ജനായത്തപരമായിട്ടുള്ള, ജനകീയമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ അടിത്തറകളായിരുന്നു ഈ 3 രത്നങ്ങൾ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ. അത് ഞാൻ എടുക്കുന്നത് ഈ പറയുന്ന അടിത്തറ സൃഷ്ടിച്ച മതത്തിൽ നിന്നാണ് എന്ന് പറയുവാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ അംബേദ്കർ. ആ അംബേദ്കറിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കരുണയുടെ ഒക്കെ, അനുകമ്പയുടെ ഒക്കെ നീതിശാസ്ത്രം നമുക്കെപ്പോഴും ആശാനിലും കാണാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കാവുന്ന ഒരു കാര്യമാണ്. അപരോന്മുഖത്തിലൂടെയാണ് ഒരുപക്ഷെ ശങ്കര ഹിന്ദുയിസത്തിൻ്റെ അല്ലെങ്കിൽ ശങ്കര ഹിന്ദുയിസത്തിൻ്റെ ജനായത്തപരമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാവുന്നില്ല അതിന്. പലപ്പോഴും അത് പറയുന്നത് അപരോന്മുഖം എന്നുള്ള ഒരു വാക്യം അല്ലെങ്കിൽ എന്നുള്ള ഒരു ധാരണയിലാണ് പലപ്പോഴും ശങ്കര ഹിന്ദുയിസം വളർന്നു വന്നത്. എന്നാൽ അതിനെ തിരുത്തിക്കൊണ്ട്, ജനായത്തപരമായിട്ട് തിരുത്തിക്കൊണ്ടാണ് ഗുരു എന്ന് പറയുന്നത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണമെന്നുള്ളത്. അപ്പോൾ ഈ തത്വം തൻ്റെ ശിഷ്യഗണങ്ങൾ എല്ലാവരും തന്നെ പ്രാവർത്തികമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആശാനിലും അത് വളരെ വ്യക്തമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ തെന്നിന്ത്യൻ പാരമ്പര്യങ്ങളുണ്ട്, ബഹുജനങ്ങളുടേതായിട്ടുള്ള ഒരു തെന്നിന്ത്യൻ ദ്രാവിഡ സിദ്ധ പാരമ്പര്യം. അതിൻ്റെ ഒരു തിരിച്ചു പിടിക്കൽ തന്നെയാണ് കേരളീയ നവോത്ഥാനത്തിന് അനിവാര്യം എന്ന് ആദ്യം തിരിച്ചറിയുന്നത് 19-ാം നൂറ്റാണ്ടിൽ ഗുരുവും ഈ പറഞ്ഞ ശിഷ്യഗണങ്ങളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെയും ശിഷ്യഗണങ്ങളുടെയും രചനകൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന പാരമ്പര്യത്തെ നിരാകരിച്ചുകൊണ്ട് ഒരു വായന നടത്തുക എന്ന് പറയുന്നത് അസംബന്ധമായി പോകും. പക്ഷേ പലരും അങ്ങനെയുള്ള വായനകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിൽ. അപ്പം ആശാൻ്റെ ഈ പറഞ്ഞ പല മണ്ഡലങ്ങളും, കാവ്യമണ്ഡലം, സാമൂഹിക മണ്ഡലം ഒക്കെ ഈ പ്രബുദ്ധതയുടെ സ്ഫുരണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് ദർശിക്കാം. തൻ്റെ 18-ാമത്തെ വയസ്സിലാണ് ഗുരുവിന് അദ്ദേഹം ഒരു കൃതി സമ്മാനിക്കുന്നത്. സുബ്രഹ്മണ്യ സ്തോത്രമാണ് എഴുതി കൊടുക്കുന്നത്. ആ സമയത്ത് ശൃംഗാര ശ്ലോകങ്ങൾ എഴുതുന്നത് കുറയ്ക്കണം എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശൃംഗാര ശ്ലോകങ്ങൾ എഴുതുന്നത് കുറച്ചുകൊണ്ട് സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ നിന്ന് തുടങ്ങി അദ്ദേഹം പിന്നീട് ഇങ്ങോട്ട് ഒരു നീണ്ട കാവ്യ യാത്ര തുടങ്ങുന്നുണ്ട്. ഒരു തീയക്കുട്ടിയുടെ വിലാപം, ഒരു തീയക്കുട്ടിയുടെ വിചാരവും, ഗ്രാമവൃക്ഷത്തിലെ കുയിലും, പുഷ്പവാടിയും, വീണപ്പൂവും, ലീലയും, ചണ്ടാലഭിഷുകിയും, നളിനിയും, ചിന്താവിഷ്ടയായ സീതയും, ശ്രീബുദ്ധ ചരിതവും, കരുണയും ഒക്കെ എത്തി നിൽക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കടന്ന് കാവ്യകലയിൽ ഗഹനമായിട്ടുള്ള മാനവീയ മൂല്യങ്ങളെ, ആധുനികമായിട്ടുള്ള മൂല്യങ്ങളെയൊക്കെ ആഗോളതലത്തിൽ ഉയർത്തിപ്പിടിക്കുവാൻ കാണിച്ച ഒരു ശ്രമം
കുമാരനാശാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് മറ്റൊരു സത്യം കൂടിയാണ്. ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കുക, അകാലത്തിൽ ആ പല്ലനയാറ്റിൻ്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു പോയിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ വീണപ്പൂവിന് പറയാനായിട്ട് ഒരുപാട് എത്ര അധികം ബൗദ്ധ ഏടുകൾ ഉണ്ടാകുമായിരുന്നേനെ എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം പല്ലനയാറ്റിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകുന്ന സമയത്ത് കൂടെ കൂട്ടിയിരുന്ന പുസ്തകം എന്ന് പറയുന്നത് ഈ പറയുന്ന ബുദ്ധചരിതമാണ്, ശ്രീബുദ്ധചരിതമാണ്. ശ്രീബുദ്ധചരിതം വിവർത്തനം എഡ്വിഡ് അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത് 1907 അദ്ദേഹം തുടങ്ങിവെച്ച ഒരു വിവർത്തനമാണ്. ആ വിവർത്തനം 4 വാല്യങ്ങളോളം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുകയും അതിൻ്റെ അഞ്ചാമത്തെ വാല്യം തൻ്റെ അവസാന യാത്രയിൽ കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ചുഴികളിൽ നഷ്ടപ്പെട്ടു പോയ അതിനെ വീണ്ടും തിരിച്ചെടുത്ത് പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയാണ് പിന്നീട്. അപ്പോൾ നമുക്കത് യാദൃശ്ചികമാണോ, അതൊരു കോയിൻസിഡൻസ് ആണോ, യാദൃശ്ചികതയാണോ എന്നൊന്നും പറയാൻ ഒരുപക്ഷെ നമുക്ക് പിൽക്കാലത്തുള്ളവർക്ക് കഴിഞ്ഞെന്നും വരില്ല. കാരണം തൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം കൂടെ കൂടുന്നത് ഈ പറഞ്ഞ ബൗദ്ധപരമായിട്ടുള്ള ഒരു മൂല്യബോധത്തെയാണ് എന്നുള്ളതാണ്. ആദ്യമേ ഈ പറഞ്ഞ അദ്വൈതവാദം ഒക്കെ അതിൽ നിന്ന് തുടങ്ങുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര. പക്ഷേ അവസാനം ഒരു 20കൾക്ക് ശേഷം നമ്മൾ കാണുന്ന കുമാരനാശാനിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം ഈ പറയുന്ന ബൗദ്ധചിന്തയുടെ വിശാലത എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ അജയ് ശേഖർ അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്, ശ്രീബുദ്ധചരിതമാണ് ഏറ്റവും അവസാനം കൂടെ കൊണ്ടുപോയത്. അതൊരു യാദൃശ്ചികത മാത്രമാണോ, മരണവഴിയിലും അത് കൂടെ ചേർന്ന് നിന്നത് എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആശാൻ്റെ കവിതകളിൽ ഈ നിറയുന്ന മൈത്രീഭാവം, സാഹോദര്യഭാവം, അതുപോലെ കരുണ, ഇതെല്ലാം ഈ പ്രബുദ്ധതയെ നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. ഏറ്റവും ഉദാത്തമായിട്ട് തോന്നാവുന്ന 2 വരികളാണ്. നാമവും രൂപവുമറ്റ നിർദ്ദയമാം നിയമമേ ഭീമമയ്യോ നിന്റെ ദണ്ഡപരിപാടികൾ എന്ന് കരുണയിൽ വിലപിക്കുന്ന ഒരു ആശാനുണ്ട്. എങ്ങനെയാണ് നാമവും രൂപവുമറ്റ ഒരു നിയമം, അതിന് ദണ്ഡനീതിയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ മാനവീയ മൂല്യങ്ങളെ എടുത്തു വച്ചിട്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള ഒരു നീതിശാസ്ത്രമല്ല നമുക്കുണ്ടായിരുന്നത്. ദണ്ഡനീതിയാണ്. കൈക്ക് കൈ, കണ്ണിന് കണ്ണ്, ഈ രീതിയിലുള്ള ദണ്ഡനീതി, യാതൊരു രൂപവും നാമവും ഇല്ലാത്ത ഈ ദണ്ഡനീതി നടക്കുന്ന നിയമത്തെപ്പറ്റി വിലപിക്കുന്ന ഒരു ആശാനെ കൂടി നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യന് അങ്ങനെ മാനവീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നത്? അവൻ്റെ ഉള്ളിൽ മനുഷ്യത്വം നിറയുമ്പോഴാണ്. മനുഷ്യത്വം, മനുഷ്യന് വേണ്ടത് മനുഷ്യത്വമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഗുരു മുന്നേ പറഞ്ഞു വെച്ചു. അതുതന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ളൊരു ബൗദ്ധികമായ ഉയർന്ന തലത്തിലുള്ള ഒരു ചിന്തകളുടെ രൂപീകരണം കുമാരനാശാൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ചരിത്രം വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ബുദ്ധചിന്ത തുളുമ്പുന്ന കൃതികളാണ് എപ്പോഴും നമ്മൾ കുമാരനാശാൻ്റെതെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ശ്രീബുദ്ധചരിതവും കരുണയും ചണ്ടാല ഭിക്ഷുകിയും ഒക്കെയാണ്. പക്ഷേ 1907 രചിക്കപ്പെട്ട വീണപ്പൂവിലും നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിസത്തിൻ്റെ അനിത്യവാദവും അനേകാന്തവാദവും ഒക്കെ കാണാൻ സാധിക്കും. കാരണം അനിത്യതയെ പറ്റിയിട്ടാണ്, ജീവിതത്തിൻ്റെ നൈമിഷികതയെപ്പറ്റി, ജീവിതത്തിൻ്റെ അനിത്യതയെ പറ്റിയൊക്കെ തന്നെയാണ് ആശാൻ്റെ വീണപ്പൂവിലും നമുക്ക് ഭാവം ആയിട്ട് ദർശിക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജയകുമാർ IAS ഇങ്ങനെ പറഞ്ഞത് വീണപ്പൂവാണ് ആശാൻ്റെ കാവ്യലോകത്തിൻ്റെ മുഴുവൻ വിത്ത് എന്ന് പറയുന്നത്. ആശാൻ്റെ കാവ്യലോകത്തിൻ്റെ മുഴുവൻ വിത്ത് എന്ന് പറയുന്നത് വീണപ്പൂവാണ് എന്ന് പറയുന്നു. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കേ നീ. ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതിയങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. ലാളിച്ചു പെറ്റ ലതയമ്പോടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദളമർമരങ്ങൾ. പാലത്തെഴും പുതുനിലാവിലലം കുളിച്ചും
ബാലാതപത്തിൽ വിളയാടിയുമാടലെന്നെ നീ ലീല പൂണ്ടിളയ മുട്ടുകളോടു ചേർന്ന് ബാലത്വമങ്ങനെ കഴിച്ചിതു നാളിൽ നാളിൽ. ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസ്സുമാട്ടി കാലത്തെഴും കിളികളോടധ മൗനമായി നീ ഈ ലോകതത്വവുമയേ തെളിവാർന്ന് താരാജാലത്തോടു ഉന്മുഖതയാർന്നു പഠിച്ചുരാവിൽ. ശ്രീഭൂവിലസ്ഥിര എന്നവസാനിക്കുന്നത്. ഇത് പറയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു സമയത്ത് വളരെയധികം രോഗാവസ്ഥയിൽപ്പെട്ട് കിടക്കുന്ന ഒരു വേളയിലാണ് വീണപ്പൂവ് എന്ന് പറയുന്ന കൃതി ഉണ്ടാവുന്നത്. ആ വേളയിൽ ഇദ്ദേഹത്തെ വിളിക്കുകയാണ്. അപ്പോൾ ഗുരുവിനെ കാണാനായിട്ട് ആശാൻ ചെല്ലുകയാണ്. ആ ചെല്ലുന്ന സമയത്ത് ഒരു വീണുപോയ ഇത്രയും ഉത്തുംഗമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള അത്രയും എന്താ പറയുക യശസ് അത്രയും വളരെ സന്തോഷവാനായിട്ടുള്ള ഒരു വ്യക്തിത്വമായ ഗുരു ഇങ്ങനെ കിടക്കുകയാണ്, രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിന് ഗുരു അങ്ങേക്ക് ഇത് മാറ്റാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞാനൊരു ശരീരമല്ലേ, ശരീരത്തിൻ്റെ അവശതകളെ മാനിക്കണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ അവശതകളെ മാനിച്ചത് കൊണ്ടാണ് താനൊരു വീണ പൂവായിട്ട് ഇപ്പോൾ കിടക്കുന്നത് എന്നുള്ളത്. അപ്പം അതിൽ നിന്നാണ് വീണുപോയ ഒരു പൂവിനെ ആ അദ്ദേഹം ഇങ്ങനെയാണ്, എനിക്ക് അത് എവിടെ വെച്ചാണ് എന്നുള്ളത് ഓർമ്മയില്ല. ആ മനയിൽ അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കുറേ മുല്ലവള്ളികൾ കിടക്കുകയാണ്. അപ്പോൾ ആ മുല്ലവള്ളികളിലെ മുല്ല പൂക്കൾ താഴെ വീണ് നിപതിച്ച് കിടക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം വീണുപോയ പൂക്കളെ പറ്റിയും മനുഷ്യരെ പറ്റിയും മനുഷ്യൻ്റെ നശ്വരമായ ജീവിതത്തെ പറ്റിയും തൻ്റെ ഗുരുവിന് പോലും സംഭവിച്ച രോഗാവസ്ഥയെ പറ്റിയും ഒക്കെ വ്യാകുലപ്പെട്ടുകൊണ്ട് എഴുതുന്ന കൃതിയാണ് വീണപ്പൂവ് എന്ന് പറയുന്നത്. അപ്പം അത് പിന്നീട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവരും അത് കൊച്ചു പാഠപുസ്തകങ്ങളിലുമൊക്കെ വായിച്ച് പോകുന്നുണ്ട്. പക്ഷെ അതിൽ പറയുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് എത്ര അധികം ഉയർന്ന ഒരു ബൗദ്ധമണ്ഡലത്തിൽ നിന്നാണ്, ബൗദ്ധികമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ലൗകികമായിട്ടുള്ള ഈ ജീവിതം, അതിൻ്റെ അലൗകികമായിട്ടുള്ള തലങ്ങൾ, ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് കവി ഈ ഒരു വീണ് കിടക്കുന്ന പൂവിനെ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നത്. അപ്പം ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും അത്രയും എന്താ പറയുക, അത്രയും വ്യക്തമായിട്ട് നോക്കിക്കാണുക എന്നുള്ള ഒരു വലിയ കാര്യം എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ, അതും 19-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ കാലമല്ല, ഇതുപോലെ നമുക്ക് കൂടിയിരിക്കാൻ ഒക്കില്ല. കൂടിയിരിപ്പുകൾ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ്, സമൂഹത്തിൽ ഒരു സാമൂഹ്യ നീതി ഉണ്ടാവുമ്പോഴാണ്. ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാലഘട്ടം. മനുഷ്യൻ എന്താണ് ചിന്തിക്കുക? ഇത്ര അടിക്കണക്കുകൾ വെച്ചിട്ടാണ് മനുഷ്യനെ കാണുന്നത്. അടിമക്കണക്കുകളും അടിക്കണക്കുകളും മാത്രം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ജീവിതത്തിൻ്റെ നശ്വരതയെ പറ്റിയിട്ടും മനുഷ്യനെന്ന് പറയുന്ന അവൻ്റെ മാനുഷിക തലങ്ങളെ പറ്റിയിട്ടും അവന് ഭൗതിക മണ്ഡലങ്ങൾ, അവന് എത്ര വ്യത്യസ്തമായിട്ടുള്ള ഭൗതിക മണ്ഡലങ്ങളുണ്ട് എന്നും അവയൊക്കെ കടക്കുവാൻ നമുക്ക് കഴിയുമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്, എഴുതി വെക്കുന്നത്. അപ്പം ആശാൻ്റെ ആ ഒരു ചിന്താധാര എവിടെ നിന്നുണ്ടായി? ഇതൊക്കെയാണ് നമ്മളെ ഈ പറയുന്ന വേളയിൽ നമ്മളെ അദ്ദേഹത്തിൻ്റെ കവിതകൾ വീണ്ടും വീണ്ടും വായിക്കുവാനും ഓരോ കാലഘട്ടത്തിനും അതിന് കൂടുതൽ എന്താ പറയുക ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്വാധീനം കൂടി വരികയാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഒട്ടും കുറയുന്നില്ല, തെല്ലും കുറവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കൃതികളിലും ഈ പറയുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക നീതി, ലിംഗസമത്വം, ഇതൊക്കെ ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഇന്ന് ലിംഗസമത്വത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്, പുരോഗമന സമൂഹത്തെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാൻ ജനായത്തപരമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, ജനകീയ സമൂഹങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇതിനെപ്പറ്റി തൻ്റെ കവിതയിലൂടെ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സമയത്ത് അതിനെപ്പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് ഉയർന്ന ബൗദ്ധിക ചിന്ത ഉള്ള ഒരു സമൂഹം ആളുകൾക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ആശാൻ്റെ കവിതകളിലെ സ്ത്രീ കഥാപാത്രങ്ങളാണ്.
ആശാന്റെ കവിതകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെ സ്വന്തമായി വ്യക്തിത്വവും സ്വത്വബോധവും ഒക്കെ ഉണ്ടായിരുന്ന സ്ത്രീകളാണ്. അന്ന് സ്ത്രീകളെ അടിമകളായി മാത്രമാണ് കണ്ടിരുന്നത്, വ്യക്തികളായി പോലും കണ്ടിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ വളരെ കർത്തൃത്വബോധമുള്ള സ്വത്വബോധമുള്ള സ്ത്രീകളെ നായികയായി കടന്നു വരുന്ന ഒട്ടനവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നളിനി ആയാലും ലീലയായാലും ചിന്താവിഷ്ടയായ സീതയിലെ സീതയായാലും ചണ്ടാല ഭിഷുകിയിലെ മാതങ്കി കഥാപാത്രമായാലും വാസവദത്തെ ആയാലും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ സമത്വ സ്വാതന്ത്ര്യ ഒക്കെ അനുഭവിക്കുന്ന കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അതിനെയൊക്കെ നോക്കിക്കാണാൻ കഴിവുള്ള സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു. ഒരിക്കൽ കുമാരനാശാനോട് ചോദിക്കുന്ന ഒരു അഭിമുഖത്തിൽ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതിലിങ്ങനെ ലീലയെയും നളിനെയും പറ്റി പറയുന്നുണ്ട്. അതായത് ലീല എന്ന് പറയുന്നത് ഒരു ചെമ്പകപ്പൂവാണ്, നളിനി എന്ന് പറയുന്നത് താമരപ്പൂവാണ് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആശാൻ ലീലയെ ഒരു ചെമ്പകപ്പൂവായി കാണുന്നത്? ചെമ്പകപ്പൂവിൻ്റെ പ്രത്യേകത എന്താണ്? വളരെ സ്പഷ്ടമായ പ്രകടമായ സൗന്ദര്യമാണ്, രജസ്സഗുണമാണ് അതിനുള്ളത്. ചെമ്പകപ്പൂവ് വളരെയധികം രജസ്സഗുണമുള്ള പ്രകടമായ സൗന്ദര്യമുള്ള ഒന്നാണ്. എന്നാൽ താമരപ്പൂവ് എന്ന് പറയുന്നത് വളരെ സ്വാത്വിക ഗുണം തുളുമ്പുന്ന ഒരു പുഷ്പമാണ്. അപ്പം സ്വാത്വിക ഗുണമുള്ള നളിനിയും ദിവാകരനും ഒന്നിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ലൗകികമായിട്ടുള്ള പ്രണയം തുളുമ്പുന്ന നളിനി ദിവാകരനെ കാണുന്ന, ഹൈമവത ഭൂവിൽ ദിവാകരനെ കാണുന്ന സമയത്ത് അലൗകികതയിലേക്ക് ആ പ്രണയത്തിൻ്റെ തലം മാറുകയാണ്. അതിൻ്റെ ആ ഭൗതിക തലം മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അവിടെ സാത്വികവും ലൗകികവുമായിട്ടുള്ള തലത്തിലേക്ക് പ്രണയം എന്ന് പറയുന്ന വളരെ ലൗകികമായിട്ടുള്ള ഒരു കാര്യത്തെ ഉയർത്തുകയാണ് കവി ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഇതിനൊക്കെ സാധിക്കുക? ഇതിനെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാവുക? ഒരു കവിഭാവനയെ അത്ര ലെവലിലേക്ക്, അത്ര ഒരു സ്വാധീന ശക്തിയിലേക്കൊക്കെ മാറ്റാൻ കഴിയുക എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വർണ്ണാശ്രമ ജാതി വരയ്ക്കെതിരെ പൊരുതിയ ഒരു പടയാളികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഗുരുവിനെയും ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളുടെ ഒരു പരമ്പരയും ഒക്കെ പറയാൻ സാധിക്കും. അതിൽ ഈ പറഞ്ഞ ആശാൻ മാത്രമല്ല ഉള്ളത്. പണ്ഡിറ്റ് കറുപ്പനും മൂലൂരും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ പൽപ്പുവും നമ്മുടെ പറഞ്ഞ മിതവാദി കൃഷ്ണനും സി വി കുഞ്ഞിരാമനും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നിര തന്നെ ഉണ്ട് എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ പ്രബുദ്ധ ചിന്താധാര നമുക്ക് മറ്റൊരു വശത്ത് ലിറ്ററേച്ചർ പഠിക്കുന്ന ആളുകൾക്കറിയാം, വിവർത്തനങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇത് 1920കളിൽ ടാഗോർ ശ്രീ ഗുരുദേവനെ കാണാനായിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് വർക്കലയിൽ അവർ തമ്മിൽ ഒരു സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ സംവദിക്കാൻ അവരെ സഹായിക്കുന്നത് കുമാരനാശാൻ പഠിച്ച ആംഗലേയ ഭാഷയാണ്. അപ്പോൾ കുമാരനാശാനാണ് അന്ന് അവരെ ട്രാൻസ്ലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അന്ന് ഭാഷയെ ഉപയോഗിക്കുന്നത് നോക്കൂ. സംസ്കൃതം എന്ന് പറയുന്ന ഒരു ഭാഷ വളരെ എലീറ്റിസ്റ്റിക് ആയിട്ട് ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ മാത്രം സൃഷ്ടിച്ച ഒരു ഭാഷ, അത് ഒരു ഡെഡ് ലാംഗ്വേജ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. ചില കനോണിക്കൽ ഫോംസ്, അതായത് ചില ഉത്കൃഷ്ടമായ കൃതികൾ എഴുതാൻ വേണ്ടി ആ ഉത്കൃഷ്ടമായിട്ടുള്ള ആളുകൾ മാത്രം സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ചിലയിടങ്ങളിൽ മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷയായി സംസ്കൃതം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. അത് ശൂദ്രൻ കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയം ഒഴിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിവർത്തനം എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റിനെ പ്രാവർത്തികമാക്കാൻ ഗുരുവും ശിഷ്യരും മുന്നോട്ട് വരുന്നത്. അന്ന് തമിഴകത്തിലെ തമിഴ് പഠിക്കുന്നു. തമിഴ് പഠിച്ചതിന് ശേഷം തേവാര പതികങ്ങളും തിരുക്കുറലും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഗുരു. ആ സമയം തന്നെ പാലിയിൽ നിന്ന് ധമ്മപദ എന്ന് പറയുന്ന ഭാഗം മൂലൂര് സഹോദരൻ അയ്യപ്പൻ്റെ പ്രേരണയാൽ പാലി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു. ആംഗലേയ ഭാഷ, കുമാരനാശാൻ ആംഗലേയ ഭാഷ പഠിക്കുന്നു. ഡോക്ടർ പൽപ്പു അടക്കമുള്ള ആളുകൾ പുറത്തുപോയി ആംഗലേയ ഭാഷ പഠിക്കുന്നു. അവരുടെ പ്രാതിനിധ്യത്തെപ്പറ്റി, സാമുദായികമായിട്ടുള്ള പ്രാതിനിധ്യത്തെപ്പറ്റി, ജനായത്തപരമായിട്ട് നീങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ആധുനികമായിട്ടുള്ള മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു. സഹോദരൻ അയ്യപ്പൻ വളരെ വ്യക്തവും ശക്തവുമായി തന്നെ ഇന്ത്യയിലും അതിന് പുറത്തും നടക്കുന്ന വിപ്ലവങ്ങളെപ്പറ്റി തൻ്റെ സഹോദരൻ മാസികയിലൂടെ എഴുതുന്നു. അപ്പോൾ ഇത്തരത്തിൽ വിവിധങ്ങളായ തലങ്ങളിലൂടെ ബൗദ്ധിക മണ്ഡലം കേരളീയ സമൂഹത്തിൽ ഉണ്ടായി വരികയാണ്. അങ്ങനെ ഒരു സംഭവം ഇതുവരെ കേട്ടിട്ടില്ലാതിരുന്ന ഒരു സമൂഹത്തിലേക്ക് പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുകയാണ്. 1960കളിലാണ്
തിയറിസ്റ്റ് ആയിട്ടുള്ള ഹേബർമാസ് പബ്ലിക് സ്പിയറിനെ പറ്റി പറയുന്നത് പബ്ലിക് സ്പിയർ ഫോർമേഷൻ എന്ന് പറയും, ഒരു പൊതുമണ്ഡല രൂപീകരണം എന്നുള്ളത്. പൊതുമണ്ഡല രൂപീകരണത്തെ പറ്റി സംസാരിക്കുന്ന 1960-കളിലാണെങ്കിൽ അതിനെപ്പറ്റി വളരെ ബോധ്യത്തോടുകൂടി കൃത്യതയോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഒരു റിയാലിറ്റി ആയിട്ട് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നിരുന്ന മനുഷ്യരാണ് സഹോദരൻ അയ്യപ്പനും കുമാരനാശാനും ഈ പറഞ്ഞ ഗുരുവും അവരുടെ ശിഷ്യരുമൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പൊതുമണ്ഡല രൂപീകരണത്തിന് ആദ്യം വേണ്ടത് ഒരു പൊതുഭാഷയാണ്. ഒരു ഭാഷ എനിക്ക് ഉപയോഗിക്കാം, പക്ഷെ ആ ഭാഷ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളും ഞാനും തമ്മിൽ എങ്ങനെയാണ് സംവദിക്കുക? ഞാൻ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാവില്ല, നിങ്ങൾ പറയുന്നത് എനിക്കും മനസ്സിലാവില്ല. അപ്പോൾ അവിടെ ഒരു പൊതു നിലം ഉണ്ടാവേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമൂഹത്തിലേക്കാണ് എല്ലാ ഭാഷയും നമുക്ക് പഠിക്കാം. ബഹുസ്വരത, ഭാഷയുടെ ബഹുസ്വരത എന്ന് പറയുന്നതിനെ അംഗീകരിക്കുകയും ഭാഷകളൊക്കെയും നമുക്ക് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ ഉള്ള ഉപാധിയാണെന്ന് തിരിച്ചറിയുകയും, അല്ലാതെ ഭാഷ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയില്ല, മറിച്ച് ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും വാങ്ങിയും ഇൻഡപ്റ്റഡ് ആയിട്ടാണ് വളരുന്നത് എന്നുള്ള ഒരു വലിയ സത്യം അന്നേ തിരിച്ചറിഞ്ഞ മഹാന്മാർ നമുക്കുണ്ടായിരുന്നു. അതിലെ ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് കുമാരനാശാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് അന്നത്തെ പല സംവാദങ്ങളിലും ട്രാൻസ്ലേറ്ററായും വിവർത്തകനായും ഒക്കെ കുമാരനാശാൻ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1907-കളിൽ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന എഡ്വിൻ അർണോൾഡിൻ്റെ ആംഗലേയ പുസ്തകം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ശ്രീബുദ്ധചരിതം എന്ന പേരിൽ തർജ്ജിമ ചെയ്യുവാൻ ആശാന് കഴിയുന്നത്. ഇത്തരത്തിൽ പ്രബുദ്ധമായിട്ടുള്ള ബഹുസ്വരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകളെ സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ട മാനവീയ മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ സങ്കല്പത്തെ അത് സൃഷ്ടിക്കുക മാത്രമല്ല പ്രാവർത്തികമാക്കി പൊതുമണ്ഡല രൂപീകരണത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുക കൂടി ചെയ്ത വ്യക്തിത്വങ്ങളാണ് ഞാൻ ഈ പറഞ്ഞവരെല്ലാം തന്നെ. അത് കാവ്യമണ്ഡലത്തിൽ വളരെ വ്യക്തമായിട്ട് കാട്ടിത്തരുന്ന അല്ലെങ്കിൽ കാട്ടിത്തന്ന ഒരു വ്യക്തിത്വമാണ് ആശാൻ. ആശാന്റെ കൃതികളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളും അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് മറ്റൊരു കോൺസെപ്റ്റാണ്. ഒരു സമൂഹം വളരുന്നത് ഈ പറയുന്ന എല്ലാ സാമുദായിക, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരു സംസ്കാരം എടുക്കുമ്പോൾ, ഇന്ത്യയുടെ ഒരു രീതി എടുക്കുമ്പോൾ നമ്മൾ റേസിസത്തെ പറ്റിയല്ല പറയുക, കാസ്റ്റിസത്തെ തന്നെയാണ് നമുക്ക് അത് പറയാതെ അത് തൊട്ടുപോകാതെ നമുക്ക് ഒരുപക്ഷെ അതിൻ്റെ ചരിത്രം വായിക്കാൻ കഴിയില്ല. ഇന്നും അന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ സമുദായത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും ഉണ്ടാവണം. അത് കാവ്യഭാഷയിലായാലും സാംസ്കാരികമായിട്ടുള്ള മണ്ഡലത്തിലായാലും ഏത് ഭാവനകളിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും എല്ലായിടത്തും, അത് രാഷ്ട്രീയ രംഗത്തായാലും പ്രാതിനിധ്യം കൃത്യമായി ഉണ്ടാവണം എന്നുള്ളൊരു ബോധം, അതൊരു പ്രബുദ്ധമായിട്ടുള്ള ബോധമാണ്. ആ ബോധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ജനായത്തവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ആശാനും മറ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ കണ്ടംപററി ആയിട്ടുള്ള റൈറ്റേഴ്സും ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ചണ്ടാല ഭിഷുകിയിലെ ആശാൻ്റെ ചിന്തകളാണെന്ന് പറയാം. ഇപ്പം ചണ്ടാല ഭിഷുകി എഴുതുന്ന സമയത്ത് അതിലെ ചില വരികൾ ഏറ്റവും എന്താ പറയുക, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അന്നും ഇന്നും എന്ന് പറയാൻ പറ്റും. കാരണം അന്നത്തെ സാമൂഹിക സ്ഥിതി അനുസരിച്ച് ജാതി കോമരങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഒരു മാതങ്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അപ്പം മാതങ്കി എന്ന് പറയുന്ന കഥാപാത്രം പിന്നീട് ഒരു ഭിക്ഷുണിയായി മാറുന്നു. നമുക്ക് വളരെയധികം അസംഭവ്യമായിട്ടുള്ള ഒരു സംഭവമാണത്. കാരണം അങ്ങനെ ഒരു ചണ്ടാല ഭിക്ഷുകി, ഒരു ചണ്ടാല യുവതി ആയിട്ടുള്ള ഒരു സ്ത്രീ പിന്നീടൊരു ഭിക്ഷുണി സംഘത്തിൽ ചേർന്ന് തൻ്റെ ആത്മീയ തലത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് സ്വയം പ്രാപ്തിയായി മാറുന്ന ഒരു സാഹചര്യമാണ് അതിൽ വരച്ചിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു സമൂഹത്തെ നവീകരിക്കുമ്പോൾ ആ സമൂഹത്തിലെ സ്ത്രീകൾ എത്രയധികം നവീകരിച്ചു എന്നുള്ള ലേബലിലാണ് നമ്മൾ ആ സമൂഹത്തിൻ്റെ നവീകരണത്തെ അളക്കുന്നത് എന്ന് പറയാറുണ്ട്. കാരണം ഒരു സമൂഹത്തിൽ ആ സമൂഹം എത്രയധികം വളർന്നു എന്ന് നമുക്ക് നോക്കണമെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്ത്രീകൾ എത്രത്തോളം, സ്ത്രീ സമൂഹം എത്രത്തോളം ഉന്നതിയിലെത്തി എന്ന് നോക്കിയാൽ മതി എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുമാരനാശാന്റെ കൃതികളിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത മാനങ്ങൾ, അദ്ദേഹം കൊടുത്ത വ്യക്തിത്വം എന്ന് പറയുന്നത്
വളരെ വ്യത്യാസം മറ്റുള്ള സമൂഹങ്ങളിൽ, അന്നത്തെ സമൂഹത്തിലെ ആയാലും ഇന്നത്തെ സമൂഹത്തിലെ ആയാലും സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ലേഡീസ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കെല്ലാം അറിയുന്ന ആ വരികളിലേക്ക് പോവുകയാണ്. ചണ്ടാല ഭിഷുകിയിലെ ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരൂതെല്ലെന്നതു കേട്ടു രാമനോഹരി അമ്പരന്നോദിനാൾ അല്ലലെന്തു കഥ ഇതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലിഴുമാര്യന്മാർ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ഡാലി ഗ്രാമത്തിൻ പുറത്തിങ്ങോ വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ ഓതിനാൽ ഭിഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർനാവോ വരണ്ടഹോ ഭീതി വേണ്ട തരുകതെനിക്കു നീ എന്നുടനെ കരപുടം നീട്ടിനാൽ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോമലാൾ ത്വന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല പിന്നെ തർക്കം പറഞ്ഞില്ലയോമലാൾ തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല. അങ്ങനെ കല്ലും ഇരുമ്പുമല്ലാത്ത സ്ത്രീ കഥാപാത്രങ്ങളാണ് ജാതി കോമരങ്ങളായ ചണ്ടാല ഭിഷുകി എന്ന് പറയുന്ന അടിമത്ത ബോധമുള്ള സ്ത്രീ അല്ല, നീ അങ്ങനെ ഒരു ഗണത്തിൽ പെടേണ്ടവളല്ല എന്ന് കുമാരനാശാൻ തൻ്റെ വരികളിലൂടെ സ്ത്രീ സമൂഹത്തോട് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ പിന്നീട് ഈ ഒരു അടിമത്തത്തെ പറ്റിയിട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പോസ്റ്റ് കൊളോണിയലിസവും കൊളോണിയലിസവും ഒക്കെ പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഫ്രാൻസിസ് വാനൻ്റെ ഡീകോളനൈസിങ് ദ മൈൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരും. അതായത് നമ്മൾ അടിമകളാണെന്ന് സ്വയം നമ്മൾ വിചാരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേറെ ആർക്കും പറ്റില്ല. സ്വയം അടിമകളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തോളം കാലം നമ്മളെ അടിമത്തത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഈ അടിമത്ത ചങ്ങല നമ്മളുടെ മാനസികമായിട്ട് നമ്മളതിനെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഞാനൊരു അടിമയാണ്, എനിക്കിതിൽ നിന്ന് മോചനമില്ല എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യ സമൂഹം, അങ്ങനെയുള്ളൊരു മനുഷ്യ സമൂഹം ഉണ്ടായിരുന്നു 10 നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങനെ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലേക്കാണ് ഇങ്ങനെയല്ല വേണ്ടത്, നിങ്ങൾ അടിമകളല്ല എന്നുള്ള സ്ത്രീകളോടും പറഞ്ഞു വെക്കുന്നു, മനുഷ്യരോടും ബാക്കിയുള്ള മനിതരോടും പറയുന്നു, അങ്ങനെയല്ല വേണ്ടത്, പുറത്തേക്ക് വരുവേൻ എന്നുള്ള ഒരു വലിയ ബൗദ്ധികമായിട്ടുള്ള ഒരു ബോധം അവരിലേക്ക്, ഒരു ചിന്താ പദ്ധതി അവരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് തൻ്റെ കാവ്യഭാവനയിലൂടെ കുമാരനാശാൻ ചെയ്യുന്നത്. വേറൊരു കാര്യം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ, അതായത് ഏറ്റവും ആദ്യം ഞാനിപ്പോൾ പറഞ്ഞു ചണ്ടാല ഭിഷുകിയിലെ കാര്യം പറഞ്ഞു, അതിനുശേഷം വരുന്ന ഒരു കൃതിയാണ് നമ്മുടെ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്നത്. ചിന്താവിഷ്ടയായ സീതയിലേക്ക് നോക്കുമ്പോൾ വാൽമീകിയുടെ സീതയും ചിന്താവിഷ്ടയായ സീതയായ ആശാന്റെ സീതയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിന്താവിഷ്ടയായ സീത വളരെ കുലീനവതിയായ, രാമൻ്റെ എല്ലാ കാര്യങ്ങളും രാമചരിത വസതിയിലെല്ലാം അവരുടെ എന്താ പറയുക നീതിന്യായ ബോധത്തിലെല്ലാം തന്നെ സ്വയം തളച്ചിടപ്പെടുന്ന ഒരു യുവതിയാണ്, അല്ലെങ്കിൽ ഒരു നായികയാണ്. പക്ഷേ ആശാന്റെ സീത അങ്ങനെ ആയിരുന്നില്ല. ആശാന്റെ സീതയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ആശാന്റെ സീത ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സീതയാണ്. ആശാന്റെ സീതയ്ക്ക് സ്വന്തമായി ഒരു വ്യക്തിത്വവും സ്വത്വബോധവും ഉണ്ടായിരുന്നു. ആ സീത അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്: പിരിയാം പല കക്ഷിയായി ജനം പരിശോധിച്ചറിയേണ്ടയോ നൃപൻ, പിരിയാം പല കക്ഷിയായി ജനം പരിശോധിച്ചറിയേണ്ടയോ നൃപൻ. അതായത് ജനങ്ങളെല്ലാവരും അവരുടെ രാജസദസ്സിൽ കൂടിയിരിക്കുകയാണ്.
അവര് സീതയുടെ പരിശുദ്ധയാണോ സീത എന്നുള്ള ക്വസ്റ്റ്യനിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അവർക്കെല്ലാവർക്കും പല ചിന്തകൾ ഉണ്ടാവാം. അവർ അതെല്ലാം തന്നെ ഇവിടെ സംസാരിച്ചതിന് ശേഷം കക്ഷികളായി പിരിഞ്ഞു പോയേക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാം സത്യം എന്ത്, ഇതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ചറിയേണ്ടത് ആരാണ്? രാജാവായ ഈ മനുഷ്യനാണ്, ദൃപൻ എന്ന് പറയുന്നു. അപ്പോൾ ഒരിക്കലും വാൽമീകിയുടെ സീതയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ ആശാന്റെ സീതയ്ക്ക് പറ്റും. ആശാന്റെ സീത ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞ്, പല കാരണങ്ങളും പറഞ്ഞു, സ്ത്രീത്വത്തിൻ്റെ പല ഇതും പറഞ്ഞു, സദാചാര ബോധങ്ങളെ പറ്റിയും ഒക്കെ സംഭാഷണങ്ങൾ നടത്തി ജനം പിരിഞ്ഞു പോയേക്കാം. പക്ഷെ ആ ജനത്തെ നയിക്കുന്ന നായകൻ എന്ന് പറയുന്ന ആള് ഇതിൻ്റെയൊക്കെ തത്വം, ഇതിൻ്റെയൊക്കെ കള്ളത്തരം തിരിച്ചറിഞ്ഞ് ഇതിൻ്റെയൊക്കെ തത്വവും സത്വവും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടവനല്ലേ എന്ന് ചോദിക്കാൻ ആ സീതയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, ഇത്തരത്തിൽ വ്യക്തമായ ധാർമ്മിക ബോധമുള്ള വ്യക്തിത്വങ്ങളെയാണ് ആശാന്റെ കൃതികളിൽ കാണാൻ സാധിക്കുക. അതുപോലെ നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ആശാന്റെ ഒരു പ്രത്യേക കൃതിയാണ് തോട്ടത്തിലെ എട്ടുകാലി എന്ന് പറയുന്ന ഒരു കൃതി വരുന്നുണ്ട്. ഒരു ചെറിയ കവിതയാണ്. ആ സമയത്ത് ഈഴവ എന്ന് പറയുന്ന വിഭാഗത്തിലെ ആളുകൾ നെയ്ത്ത് അവരുടെ ഒരു കുലത്തൊഴിലായിട്ടുള്ള ഒരു രീതിയായിരുന്നു. ആ സമയത്ത് നെയ്ത്തുകാരായിട്ടുള്ള ഇഴകൾ അടുപ്പിക്കുന്നത് പോലെ നെയ്തിരുന്ന മനുഷ്യ കുലമായിരുന്നു. അപ്പോൾ അവിടെ ഈ പറയുന്ന ചിലന്തികൾ വല വയ്ക്കുമല്ലോ, ചിലന്തികൾ വല കൂട്ടുന്നത് പോലെ നെയ്ത് കൂട്ടുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് ജാതിക്കോമരങ്ങളായ ജാതി മാടമ്പികൾ അവരെ എട്ടുകാലികൾ എന്ന് വിളിച്ച് കളിയാക്കി. അപ്പോൾ ഈ എട്ടുകാലി എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കിയതിനെതിരെ കുമാരനാശാൻ അന്ന് എഴുതിയ കവിതയാണ് തോട്ടത്തിലെ എട്ടുകാലി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സാമുദായികമായിട്ടുള്ള അസമത്വവും മാടമ്പിത്തരവും ജാതി കുശുമ്പും ഒക്കെ നിലനിന്നിരുന്നൊരു സമൂഹത്തിൽ ഒരു ഡിസെൻ്റ് എന്ന് പറയുന്ന വോയിസ് ഓഫ് ഡിസെൻ്റ് എന്ന് ഇപ്പോഴത്തെ ഭാഷയിൽ, ആംഗലേയ ഭാഷയിൽ പറഞ്ഞാൽ വോയിസ് ഓഫ് ഡിസെൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് എതിർത്തുകൊണ്ട് മുന്നേറുക. പക്ഷെ അത് കായികമായിട്ട് എതിർക്കുകയല്ല, എന്താ പറയുക, സാംസ്കാരികമായിട്ട് അതിനെ എതിർക്കുക, അതിനു വേണ്ടി കാവ്യഭാവനയെ ഉപയോഗിക്കുക. അതാണ് കുമാരനാശാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും ഒരു പരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് അങ്ങനെ നമുക്ക് എതിർക്കാൻ പറ്റുക. ഒരു മനുഷ്യൻ വന്ന് നിങ്ങളെ രണ്ട് വഴക്ക് പറയണു അല്ലെങ്കിൽ രണ്ട് തെറി വിളിക്കുന്നു, തിരിച്ചു നമുക്ക് തെറി പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ മനുഷ്യനെ അതുകൊണ്ട് യാതൊരു മാറ്റവും അയാളിൽ ഉണ്ടാവുന്നില്ല. തിരിച്ച് അയാൾ ചെയ്തത് തെറ്റാണ് എന്ന് അയാൾ സ്വയം മനസ്സിലാക്കുന്നിടത്താണ് ഒരു സമൂഹത്തിൻ്റെ എന്താ പറയുക പരിണാമം സംഭവിക്കുന്നത്, അല്ലേ? ആ സമൂഹത്തിന് ഒരു പരിവർത്തനം സംഭവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം തൻ്റെ കവിതകൾ എഴുതിയത്. അപ്പോൾ തോട്ടത്തിലെ എട്ടുകാലി എന്ന് പറയുന്ന കവിതയിൽ അങ്ങനെയാണ് അദ്ദേഹം അതിനെ എതിർക്കുന്നത്. അല്ലാതെ അവർ കളിയാക്കിയതിനെ തിരിച്ച് ഞാൻ ഇങ്ങനെ കളിയാക്കിയേക്കാം. ഇന്ന് അങ്ങനെ കവിതകൾ എഴുതുന്ന ഒരുപാട് കവികളെ നമുക്ക് കാണാൻ കഴിയും. എനിക്കെതിരെ നീ കവിത എഴുതിയാൽ ഞാൻ നിനക്കെതിരെ എഴുതും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന കവികളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ കവിത എഴുതിയിരുന്ന കവിയായിരുന്നില്ല കുമാരനാശാൻ. വളരെ സാംസ്കാരിക ബോധത്തോടുകൂടി ബൗദ്ധിക മണ്ഡലത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തമായി ബോധ്യമുള്ള അതിലൊരു പക്വത കാണിച്ചുകൊണ്ട് തന്നെ തൻ്റെ കവിഭാവനയെ ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കുമാരനാശാൻ എന്ന് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1924 അദ്ദേഹത്തിൻ്റെ കരുണ എന്ന് പറയുന്ന കൃതി വരുന്നു. അതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാരനാരിയായിട്ടുള്ള ഒരു നായികയാണ്. സദാചാര ബോധ്യങ്ങളെയെല്ലാം ഇപ്പോൾ പോലും നമുക്ക് വിശ്വസിക്കാനാവുമോ? വാസവദത്ത എന്ന് പറയുന്ന ഒരു നായികയാണവർ. വാരനാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ സമൂഹം ഇന്നും സദാചാര കണ്ണുകളിലൂടെ നോക്കിക്കാണുന്നുണ്ട്. അവർക്ക് സദാചാര മൂല്യങ്ങളെല്ലാം തിരികെ കയറ്റിയാൽ മാത്രമേ അവളെ ഒരു കുലീനവതിയായ സ്ത്രീയായിട്ട് സങ്കല്പിക്കാൻ പറ്റുകയുള്ളൂ. കുലീനവതിയായ സ്ത്രീ മാത്രമേ നായികയാവുകയുമുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. വാസവദത്ത എന്ന് പറയുന്ന വാരനാരിയായിട്ടുള്ള ഒരു നായികയെ സമൂഹ മധ്യത്തിലേക്ക് കാട്ടിക്കൊടുക്കുകയും അവരുടെ കപട സദാചാര ബോധ്യങ്ങൾക്കു നേരെ വളരെ പ്രബുദ്ധമായി പ്രതികരിക്കുകയും ചെയ്യുകയാണ് ആശാൻ ചെയ്യുന്നത്. അതും 1920കളിൽ എന്ന് ഓർക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ കവിതയിലും ഇത്തരത്തിൽ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്താപദ്ധതി ഉയർന്നു പോകുന്നത് എപ്പോഴും നമുക്ക് ദൃഷ്ടിക്കാൻ കഴിയും.
ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞതുപോലെ നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്, അതുകൊണ്ട് അവരാണ് നമ്മുടെ ഗുരുക്കൾ എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഗുരുവിൽ നിന്ന് അതിൻ്റെ ഉൾക്കാമ്പ് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ശിഷ്യ സമ്പത്ത് ഗുരുവിനുണ്ടായിരുന്നു. കുമാരനാശാനും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. ആദ്യത്തെ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിഭാവനകളും അതുപോലെ ജീവിത സരണിയും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്വൈതവാദിയും കുറച്ച് എന്താ പറയുക ഒരു യൂണിറ്റി ഓഫ് ഹിന്ദുയിസം ഫോം ചെയ്യണം എന്നൊക്കെ ഒരു വിചാര പദ്ധതികൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആശാൻ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അത് അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പം പ്രരോദനം ഈ പറയുന്ന പോലത്തെ ചില കവിതകളുണ്ടല്ലോ, അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയാണ്. ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയിൽ ക്രൂര മുഹമ്മദീയർ എന്ന് പറയുന്ന ഒരു പദം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അതിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ക്രൂര മുഹമ്മദീയർ എന്ന് പറയുന്നത് ഒരു സമുദായത്തെ മുഴുവൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചുവോ എന്ന് പറയുന്ന മലബാർ ലഹരിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതുന്ന ഒരു കൃതിയാണ്. ഒക്കെയുള്ള വാക്കുകളും ഡിബേറ്റുകളും ഒക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപക്ഷെ മലബാറിൽ നടന്ന ഒരു ലഹളയെ പറ്റി പ്രകടമായിട്ടുള്ള അനുഭവ സമ്പത്ത് ഉണ്ടായിരുന്നിരിക്കില്ല. അതിനെപ്പറ്റി അവിടെ പോയി നോക്കി കണ്ടിട്ടുണ്ടാവില്ല അദ്ദേഹം. പക്ഷെ പറഞ്ഞു വെച്ചതും കേട്ടുവെച്ചതുമായിട്ടുള്ള കഥകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും വെച്ചിട്ടാവാം അദ്ദേഹം ആ കവിത എഴുതിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തരത്തിലേക്ക് അത് ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ അതിനെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം, അതിലൊരു പ്രശ്നമില്ലേ എന്ന് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ എല്ലാ തലത്തിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നേറുവാനും തൻ്റെ കാവ്യഭാഷയെ അത്തരത്തിൽ നിരൂപിക്കുവാനും ഒക്കെ കഴിവുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു കുമാരനാശാൻ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കാലത്തിനൊത്ത് തൻ്റെ കവിത മാറുമെന്നും കാലത്തിന് മുന്നേ ഉണ്ടായ ഒരു കവിതയാണ്. ഇനി എത്ര കാലങ്ങളും കഴിഞ്ഞാലും അതിന് ഏറ്റവും ഉദാഹരണമാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ആശാനോട് ആരോ ചോദിക്കുന്നുണ്ട്, ആശാനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് പേർ കവിതകൾ എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ ഇപ്പോഴത്തെ കവികളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ആശാനോ അങ്ങനത്തെ കവിതകളൊക്കെ എഴുതി കുറച്ചുകൂടെ ഫേമസ് ആകാമല്ലോ. അപ്പോൾ എൻ്റെ കവിത ഇന്നത്തെ കവിതകളല്ല, നാളത്തെ കവിതകളാണ്. അപ്പോൾ ഇങ്ങനെ അത്തരത്തിലൊരു ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം നമുക്കൊരിക്കലും അങ്ങനെ നാളത്തെ കവിയാണ് ഞാനെന്ന് പറയാൻ തക്ക ബോധ്യമുള്ള ചിലരെ നമുക്ക് ആ സമൂഹത്തിൽ കാണാൻ പറ്റുമോ? അത് ആശാനും സഹോദരൻ അയ്യപ്പനും ഒക്കെയാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം ആശാൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും കവിതകൾ ഇന്നും നമ്മളോട് സംവദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അത് സംവദിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒട്ടും തെല്ലും കുറവില്ല, കൂടിക്കൂടി വരികയുള്ളൂ എന്നുള്ളതാണ്. അപ്പം സഹോദരൻ അയ്യപ്പൻ്റെ കവിതകൾക്കാണ് അത് ഏറ്റവും ചേരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നാളേക്ക് വേണ്ടി കവിതകൾ എഴുതിയ മനുഷ്യ സമൂഹം, നാളേക്ക് വേണ്ടി കവിതകൾ സൃഷ്ടിച്ച, നാളെയുടെ വാക്കുകളും വചനങ്ങളുമായി മാറിയേക്കാവുന്ന പ്രബുദ്ധ സൃഷ്ടികൾ ഉണ്ടാക്കിയെടുത്ത മനുഷ്യരായിരുന്നു ആശാനും ഗുരുവും ഗുരുവിൻ്റെ മറ്റു ശിഷ്യഗണങ്ങളും എല്ലാം തന്നെ എന്ന് നമ്മൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ചരിത്ര വിദ്യാർത്ഥികളായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ചെറിയ കൃതികളിലൂടെയൊക്കെ ഒന്ന് സ്പർശിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം കരുണയിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ശ്രമണ പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ സ്വാധീനം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാൻ കഴിയുമെന്ന്. ഇപ്പോൾ കരുണയാണ് ഏറ്റവും അതിന് ഉദാഹരണമായിട്ട് ചരിത്രകാരന്മാരും നിരൂപകരും ഒക്കെ എടുത്തു പറയുന്ന കൃതി. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ചില ഇമേജസ് ഉണ്ട്. അതിൽ ഒന്നാണ് അരയാല്, പോതിമരം, അരയാല്, മഞ്ഞച്ചീവരം. അപ്പം അതിൽ ഇങ്ങനെ ഒരു ലൈനുണ്ട്, കരവല്ലിയൊന്നിൽ കാകതർജനത്തിനെന്തിയുള്ളോരരയാൽ ചില്ല പിടിച്ചു, കരവല്ലിയൊന്നിൽ കാകതർജനത്തിനെന്തിയുള്ളോരരയാൽ ചില്ല പിടിച്ചു, അരയാൽ ചില്ല പിടിച്ചു നിൽക്കുന്ന സാലഭഞ്ജിക സ്തൂപങ്ങളുണ്ട് നമുക്ക്. ബുദ്ധസങ്കല്പമാണ്, മഹായാന ബുദ്ധസങ്കല്പമാണ് സാലഭഞ്ജികകൾ എന്ന് പറയുന്നത്. അരയാൽ ചില്ലയുടെ ചില്ല ഒടിച്ചു പിടിച്ചു നിൽക്കുന്ന വളരെ തരുണീമണികളായിട്ടുള്ള വളരെ സൗന്ദര്യ സങ്കല്പങ്ങളായിട്ടുള്ള രൂപങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ സാലഭഞ്ജികമാർ. അപ്പോൾ ഇത്തരത്തിലുള്ള ബൗദ്ധപരമായിട്ടുള്ള കുറേയധികം ഇമേജസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വായിച്ചെടുക്കാൻ സാധിക്കും.
അപ്പോൾ ഇതെല്ലാം ബൗദ്ധ പ്രതീകങ്ങളാണ്. ഞാൻ പറയുന്നത് ബൗദ്ധികമായിട്ടുള്ള മണ്ഡലത്തെയും ബൗദ്ധമായിട്ടുള്ള പ്രതീകങ്ങളെയും ചേർത്ത് വെച്ചാണ് ഞാൻ വായിച്ചു പോകുന്നത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ കരുണയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ ബൗദ്ധപരമായിട്ടുള്ള വാസ്തുവിദ്യയുടെ വാസ്തുശില്പകലയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂലൂരും സഹോദരനും ആശാനും എല്ലാം തന്നെ ഗുരുവിനെ ബുദ്ധനോട് ഉപമിച്ചിട്ടുണ്ട്. അഭിനവ ബുദ്ധൻ എന്നാണ് ഗുരുദേവനെ വിളിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ അടക്കമുള്ള ആളുകൾ കവിതകൾ എഴുതിയ സമയത്ത് ആ സമയത്ത് ഗുരുവിനെ ബുദ്ധനായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അത്തരത്തിൽ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു അത് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ അല്ലാത്തതാണോ എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു ബൗദ്ധ മണ്ഡല രൂപീകരണം കേരളത്തിൻ്റെ സദസ്സിൽ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൻ്റെ നവോത്ഥാന സദസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ചണ്ടാല വിശുഗിയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ചണ്ടാല വിശുഗിയിൽ ബുദ്ധൻ്റെ അഷ്ടാംഗ മാർഗങ്ങളെ പറ്റിയും ത്രിശരണങ്ങളെ പറ്റിയും പഞ്ചശീല തത്വങ്ങളെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. ഇതൊന്നും യാദൃശ്ചികമായി വരുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ കാവ്യ സരണിക നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ഘട്ടത്തിലും ആശയങ്ങളുടെയും മാനവീയമായിട്ടുള്ള മൂല്യങ്ങളുടെ തലങ്ങളും ഒക്കെ വളരെ ബൗദ്ധികമായ ഉയർന്ന തലത്തിലേക്കാണ് കാണാൻ സാധിക്കുക. 20കൾക്ക് ശേഷം ഏകദേശം ബുദ്ധൻ്റെ വഴികളിലേക്ക് അടുക്കുന്ന ഒരു ആശാനെ കൂടി കാണാൻ കഴിയും. ഒരുപക്ഷെ എല്ലാവരും ചിന്നസ്വാമി എന്ന് വിളിച്ചാണ് കുമാരനാശാനെ അന്നത്തെ കാലത്ത് ഗുരുവിൻ്റെ ചിന്നസ്വാമിയായിട്ടാണ് കുമാരനാശാനെ കണ്ടിരുന്നത്. അപ്പോൾ കുമാരനാശാൻ എന്തായാലും കുമാരനാശാന് ചിന്നസ്വാമി പദവി കൊടുക്കുമെന്നും ഗുരുവിൻ്റെ ശിഷ്യഗണത്തിൽ ദീക്ഷ നൽകി സന്യാസിയായി സ്വീകരിക്കുമെന്നൊക്കെയാണ് പലരും കരുതിയിരുന്നത്. പക്ഷേ ഗുരു ദീക്ഷ കുമാരനാശാന് കൊടുത്തിരുന്നില്ല. അപ്പോൾ കാരണം എന്താണ്? പണ്ട് ശൃംഗാര ശ്ലോകങ്ങൾ എഴുതിയിരുന്ന തൻ്റെ കുമാരു എങ്ങനെയാണ് പോവേണ്ടതെന്ന് വളരെ വ്യക്തമായ ബോധ്യം ഗുരുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഗുരു തന്നെ പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഒരു സംഘർഷമുണ്ട് എപ്പോഴും കുമാരനാശാന്റെ കവിതകളിലുടനീളം, ഈ ലൗകികവും അലൗകികവുമായ ചിന്തയുടെ ഒരു സംഘർഷം. ആ സംഘർഷത്തിലൂടെയാണ് കുമാരനാശാൻ നടന്നു നീങ്ങിയത്. അപ്പോൾ ആ സംഘർഷത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കുമാരനാശാന്റെ ഗുരുവിന് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് എന്തുണ്ടാവും, ഒരു കുടുംബജീവിതം ഉണ്ടാകുമെന്നും അത് സംഭവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം. അപ്പോൾ പ്രണയത്തെ പറ്റിയും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാവണം ഒരു മനുഷ്യൻ്റെ വ്യത്യസ്ത തലങ്ങൾ, അയാളുടെ ചിന്തകൾ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ ഒക്കെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും നമ്മളെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ ഉയർത്തുന്നതിനുമൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പം അതിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ചിലർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. ചിലർ ഒരു പാതയെടുക്കും, ഒരുപക്ഷെ ആത്മീയ പാത അല്ലെങ്കിൽ ആത്മീയ മണ്ഡലം മാത്രം തിരഞ്ഞു പോകുന്ന ചില മനുഷ്യരുണ്ട്. ചിലരാണെങ്കിൽ ലൗകികമായിട്ടുള്ള പാത മാത്രം തിരഞ്ഞു പോകുന്ന മനുഷ്യരുണ്ട്. പക്ഷെ ആശാൻ ഇത് രണ്ടും ചേർന്ന സമ്മിശ്രമായിട്ടുള്ള ഒരു മണ്ഡലം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കെ ജയകുമാർ അവർ പറഞ്ഞതുപോലെ തന്നെ ആത്മസംഘർഷങ്ങളെ തൻ്റെ കവിഭാവനയിലൂടെ കാവ്യരൂപത്തിൽ അവതരിപ്പിച്ച ഒരു കവിയാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയിലുടനീളം ഈ പ്രബുദ്ധമായ ആത്മസംഘർഷത്തിൻ്റെ അടരുകൾ നമുക്ക് ഓരോ കാവ്യത്തിലും നമുക്ക് ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മാതങ്കി എന്ന് പറയുന്ന ഭിക്ഷുണിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, വാസവദത്ത എന്ന് പറയുന്ന വാരനാരിയുടെ കാര്യം പറഞ്ഞു. അവർക്ക് ലിബറേഷൻ കൊടുക്കുന്നത് ഉപഗുപ്തനാണ്. ഉപഗുപ്തൻ എത്തുന്ന സമയം എന്ന് പറയുന്നത് സമയമായില്ല എന്ന് പറഞ്ഞ് ആട്ടി മാറ്റുന്ന ഉപഗുപ്തൻ വാസവദത്തയെ അവസാനം കാണുന്ന വേളയിൽ അവരുടെ ലൗകികമായ എല്ലാ സുഖങ്ങളും സൗന്ദര്യവും നശിച്ച ഒരവസ്ഥയിൽ വാസവദത്തയെ കാണുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ സ്ത്രീക്ക് മോചനം ലഭിക്കുന്നത്, മോക്ഷം ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ആർക്കാണ് ആ കാലഘട്ടത്തിൽ കഴിയുക? പ്രബുദ്ധമായി ചിന്താധാര ഉള്ള ഒരു മനുഷ്യന് മാത്രമല്ലേ അത് സാധ്യമാവുകയുള്ളൂ. അതിനെപ്പറ്റി ഞാൻ വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല എന്നും തോന്നുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ സാവിത്രി അന്തർജനം എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ചാത്തൻ്റെ കുടിലിലേക്ക് വരുന്നു. അവർക്ക് ഏറ്റവും സംരക്ഷണം തോന്നുന്നത് ചാത്തൻ്റെ കുടിലാണ്. അപ്പം ഇവിടെ ഒരുപക്ഷെ നമ്മൾ കുമാരനാശാനെ കാണുമ്പോൾ ആശാൻ ഈ ജാതീയമായിട്ടുള്ള വ്യത്യാസങ്ങളെ തകർത്തുകൊണ്ട് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു സമൂഹം വളരണമെന്ന്
അതിയായി ആഗ്രഹിച്ച ഒരാളായിരുന്നു എന്ന് തോന്നും. അതുപോലെ തന്നെ ഒരു ഹിന്ദു യൂണിറ്റി, ഒരു ഹിന്ദു ഐക്യം സാധ്യമാകുമെന്ന് കുറേ കാലമെങ്കിലും തെറ്റിദ്ധരിച്ചു പോയ ഒരു മനുഷ്യൻ കൂടിയാണ് കുമാരനാശാൻ എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാവണം അത്തരം കൃതികളിൽ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അങ്ങനെ മാത്രമായിരുന്നില്ല. പിൽക്കാലത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ നവീകരിക്കപ്പെട്ട ഒരു കാവ്യഭാവനയുള്ള ഒരു കവി ഹൃദയത്തെ കൂടി നമുക്ക് കുമാരനാശാനിൽ ദർശിക്കാനാവും. അപ്പോൾ പണ്ട് സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ടായിരുന്നു, ഹിന്ദുയിസത്തിലെ ജാതീയത എടുത്തു മാറ്റിക്കൊണ്ട്, പണ്ട് ഗാന്ധിജി അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, ജാതീയത എടുത്തു മാറ്റിയാൽ ഹിന്ദുയിസം നല്ലതല്ലേ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്, ജാതീയത എടുത്തു കഴിഞ്ഞ് ഒരു ഹിന്ദുയിസം എന്ന് പറയുന്നത് എന്നുണ്ടാക്കുന്നത് പോലെയാണ്, ഉപ്പില്ലാത്ത കടൽ ഉണ്ടാക്കുന്നത് പോലെ നിരർത്ഥകമാണ്. ഉപ്പില്ലാത്ത കടലുണ്ടോ? അപ്പോൾ ഉപ്പില്ലാത്ത കടൽ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് പോലെ നിരർത്ഥകമായ ഒരു പരിപാടിയാണ് ജാതിയില്ലാത്ത ഹിന്ദുയിസത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന്. അത് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ആശാന് മനസ്സിലായത് എന്ന് തോന്നുന്നു. കാരണം ആശാൻ 20കൾക്ക് ശേഷമാണ് കൂടുതൽ ഭൗതികമായിട്ട് ബുദ്ധ ശ്രമണ പാരമ്പര്യത്തിലേക്കുമൊക്കെ അടുത്തത് എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിൻ്റെ എന്താ പറയുക, എല്ലാ തലങ്ങളിലൊന്നും തൊട്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുവാനും അതിൻ്റെ ഒരു ഓവർവ്യൂ പോലെ അല്ലേ, ദീർഘമായിട്ടുള്ള ഒരു വ്യൂ നൽകുവാൻ മാത്രം ശ്രമിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കാരണം നമ്മൾ ഇന്ന് കേരള മോഡലിനെയും കേരളീയ ജനതയുടെ പ്രബുദ്ധതയും ഒക്കെ പറ്റി വാചാലരാകുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഉള്ളറ എവിടെ നിന്നാണ്, ഇതിൻ്റെയൊക്കെ തുടക്കം തുടങ്ങിയത് എന്ന് ചരിത്രബോധമുള്ള എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിന്താധാരകളും പ്രബുദ്ധമായിട്ടുള്ള ബോധവും കുലീന മലയാളിക്ക് ഉണ്ടായത് എവിടെ നിന്നാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരം മനുഷ്യരെ നമുക്ക് ഒരിക്കലും മറവിയിലാഴ്ത്തുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഗുരുവിനെയും കുമാരനാശാനെയും സഹോദരൻ അയ്യപ്പനെയും മറ്റ് ഡോക്ടർ പൽപുവിനെയും ഇടവാദി കൃഷ്ണനെയും സി വി കുഞ്ഞിരാമനെയും ഒക്കെ കടന്നുകൊണ്ട് മാത്രമേ നമുക്ക് കേരളീയ പ്രബുദ്ധതയെപ്പറ്റിയും കേരള മോഡലിനെ പറ്റിയും ഒക്കെ വാചാലനാകാനും സംസാരിക്കുവാനും കഴിയൂ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. കാരണം ഇന്ന് ചരിത്രം മാറ്റി എഴുതപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ചരിത്രത്തെ വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടി തന്നെ നോക്കിക്കാണേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ എന്താ പറയുക സാമൂഹ്യ ബോധമാണ്. വളരെയധികം ആ സാമൂഹ്യ ബോധത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ. അതിനു വേണ്ടിയിട്ട് കാലടി SNDP ലൈബ്രറി നടത്തുന്ന എല്ലാ പരിപാടികളും അത്തരത്തിലുള്ള പുതിയ മാനങ്ങളും ചിന്താധാരകളും മനുഷ്യരിൽ സൃഷ്ടിക്കാൻ സായത്തമാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുന്നു. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി.